ഹലോ വെൽക്കം മൈ ഡിയേഴ്സ്. MLD-യുടെ വീണ്ടും പുതിയ പരിഷ്കാരങ്ങൾ. MLD പുതിയ റൂൾസ് ഇപ്പം പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് കേട്ടോ. കേരള സാക്ഷരതയിൽ മുന്നിലാന്ന് പറഞ്ഞിട്ട് ഇതുള്ള മണ്ടൻ റൂൾസ് എന്തിനാ നടപ്പിലാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്താ പറയാൻ പറ്റും? സ്വകാര്യ ബസ്സുകൾ ഇടിച്ച് മരണമുണ്ടായാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബസ് ഉടമകൾ. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്താൽ കോടതിയെ സമീപിക്കും. മന്ത്രി KB ഗണേഷ് കുമാർ പ്രസ്താവന പിൻവലിക്കണമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. സംഭവിച്ചാല് സ്വകാര്യ ബസ്സിന്റെ പുറകെയാണ് ഇപ്പൊ MLD പോകുന്നത്. ഒരിടയ്ക്ക് വെള്ള പെയിന്റ് അടിയായിരുന്നേ, അതിനങ്ങ് അടിച്ചടിച്ചിങ്ങ് പോയി. സ്വകാര്യ ബസ് ഓടിക്കുന്ന സമയത്ത് ഇൻ കേസ് ആർക്കെങ്കിലും ഒരാൾക്ക് ആക്സിഡന്റ് ആയി മരണപ്പെട്ടാൽ ആ ബസ്സിന്റെ RC ബുക്ക് കട്ടാക്കും. അതാണ് നമ്മുടെ MLD പുതിയ റൂൾസ്. ഒന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അതായത് സ്വകാര്യ ബസ് ഓടിച്ചു പോകത്തില്ലേ റോഡിൽ കൂടെ ഇങ്ങനെ, എനിക്ക് ആരെങ്കിലും ഒരുത്തം വട്ടം ചാടി അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ പിഴവ് കാരണമോ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കട്ടെ, എക്സാമ്പിൾ ആ ആക്സിഡൻറ്റിൽ വ്യക്തി മരിച്ചു പോയാൽ ബസ്സിൻ്റെ RC ബുക്ക് കട്ടാക്കും. അതെന്തൊരു റൂൾസാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കല്ല, നമ്മുടെ ഈ കേരളത്തിൽ ഓൾമോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആയ ഒരു ജനറേഷനും ഇവന്മാരുടെ റൂൾസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ മണ്ടന്മാരെയാണോ ദൈവമേ നമ്മുടെ MLD-ക്ക് കിട്ടിയതും. MLD-യെ കുറ്റം പറ്റ കാര്യമില്ല, ഈ മണ്ടന്മാരല്ലേ റൂൾസ് ഈ ആക്കി കൊടുക്കുന്നത്. ഒരു പറയാനോ ഇല്ല. അതായത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സ്വകാര്യ ബസ് ഓടിക്കുന്ന ഡ്രൈവർ വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ അവൻ കഞ്ചാവ് അടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ അനാവശ്യമായ വണ്ടി ഓടിച്ച് ഒരു ആക്സിഡൻറ്റ് വരുത്തി കഴിഞ്ഞാൽ അവൻ്റെ ലൈസൻസ് എല്ലാം കട്ട് ചെയ്യേണ്ടത്. അതിന് ഈ ടാക്സും എല്ലാം അടച്ച് സ്വകാര്യ ബസ് ഇറക്കി ആ ഓണർ എന്തോ ചെയ്തു? അയാളെന്തോ ചെയ്തു പറ? ന്യായമായ ചോദ്യമല്ലേ? അപ്പം ബസ്സിൻ്റെ RC ബുക്കാണ് കട്ട് ചെയ്യേണ്ടത്, ഡ്രൈവറിൻ്റെ ലൈസൻസ് കിട്ടി, അതാണ് ചെയ്യേണ്ടത്. ശിവ എന്തൊക്കെയാണോ ഇവിടെ കാണിച്ചു കിട്ടുന്നത്. ഞാനൊരു കാര്യം വിട്ടുപോന്ന്. ഈ സ്വകാര്യ ബസ്സിക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്നു പറഞ്ഞില്ലേ, RC ബുക്ക് കട്ടാവുന്നു. ഈ റോഡിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് വരുത്തുന്നവര് നമ്മുടെ ആനവണ്ടി ഇല്ലയോ? ആനവണ്ടിയില്ലേ? സത്യമല്ലേ പറയുന്നത്? ആനവണ്ടി തന്നെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് വരുത്തുന്ന ആനവണ്ടി തന്നെ. അപ്പൊ ആനവണ്ടിയുടെ RC ബുക്ക് നിങ്ങൾ കട്ട് ചെയ്യുക, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? റൂൾസ് നടപ്പിലാക്കുമ്പോൾ ഈക്വലായിട്ട് നടക്കണം, അല്ല പന്തിയിൽ വേർതിരികയാണ്. സ്വകാര്യ ബസ്സിന് ഒരു റൂൾസ്, ട്രാൻസ്പോർട്ട് ബസ്സിന് മറ്റൊരു റൂൾസ്. അത് എന്ത് പരിപാടിയാ? ഒരു വേറെ കാര്യമുണ്ട്, നമ്മുടെ അണ്ണന്മാർ പറയുന്നത് കേട്ടാൽ മതി. അല്ല പിന്നെ അണ്ണന്മാർ പറഞ്ഞനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നിന്നാൽ മതി, അല്ല പിന്നെ അല്ലെങ്കിൽ പോവാ. പറഞ്ഞിട്ട് കാര്യമില്ല, അതെങ്ങനെ പോകും. ഇനി എന്ന് നന്നാവും എന്തോ. കാക്ക തൂറിയാലും മോഡിഫിക്കേഷൻ. ഞാനിടി നമ്മുടെ ഈ ദുബായിലുള്ള അവിടെ പോലീസ് അവിടെ ചുണക്കുട്ടികൾ അമ്മരുടെ വണ്ടിയൊക്കെ കാണും മോഡിഫിക്കേഷൻ ചെയ്താൽ. അപ്പോൾ ഈ വണ്ടിയല്ലേ ഈ മണ്ടന്മാർ ഇവിടെ ഇരുന്ന വല്ലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് ഒന്ന് പോയി കാണാൻ പോകാറുണ്ട്. സർക്കാരിൻ്റെ ബസ് പൈസ മുടക്കി പോകാറുണ്ട്. എന്നിട്ട് എന്തോ നമ്മുടെ ഈ നാട് വളരുന്നതനുസരിച്ച് നമ്മുടെ സംസ്ഥാനം വളരണം. നമ്മുടെ സംസ്ഥാനം മണ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിട്ട് മണ്ടൻ റൂൾസ് അടിച്ച് കയറ്റുക. ഉള്ളതല്ലയോ ഞാൻ പറഞ്ഞത്, ആരോട് പറയാം? ഇനിയിപ്പം നിന്റെ പേര് വണ്ടി ഉണ്ടോടി? നീ വണ്ടി വരും, നിന്റെ പേര് വണ്ടി ഉണ്ടെങ്കിൽ നീ ഓടിക്കുക. ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ പിള്ളേർക്കില്ലേ ഓർഡിനറി ലൈസൻസാണ് കൊടുക്കുന്നത് 6 മാസത്തേക്ക്. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തെങ്കിലും ആക്സിഡന്റ് വരുത്തി പോയാൽ മോനെ ടീം നിനക്കൊരു ലൈസൻസായി കിട്ടില്ല. അതിൻ്റെ പൊന്നു മക്കളെ 6 മാസത്തേക്ക് നീ വണ്ടി ഓടിക്കും. സ്നേഹം കൊണ്ട് പറയാം. നമ്മുടെ ഈ പ്രാന്തന്മാരൊക്കെ പറഞ്ഞ് വിശ്വസിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അതുകൊണ്ട് മോൻ കഴിവത് 6 മാസത്തേക്ക്. പിന്നെ വേറെ കാര്യമുണ്ട് മക്കളെ, നിൻ്റെ പേര് വണ്ടി ഇല്ലല്ലോടാ,
അപ്പം വണ്ടി ഇല്ലെങ്കിൽ നീ ഏത് വണ്ടിയിൽ ഓടിച്ച് പഠിക്കും? ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബേസിക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കൈ തെളിയണമെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടി അല്ലെങ്കിൽ റിലേഷൻ്റെ വണ്ടി, നമ്മൾ അങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൈ തെളിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവിടെ പോയി തെളിയും, അതും പറ്റത്തില്ല അല്ലയോ. അതൊരു കാര്യമാണ്. എൻ്റെ കാർ ഓടിക്കാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പറ്റത്തില്ല, അച്ഛന് പറ്റത്തില്ല, അമ്മയ്ക്ക് പറ്റത്തില്ല, ഫ്രണ്ട്സിന് പറ്റത്തില്ല. എവിടുത്തെ നീ എവിടുത്തെ റൂൾസ്? ആരോട് പറയപ്പ അത് നീന്തറക്കെടുത്തു എനിക്കറിയില്ല. ഇനിയിപ്പോൾ അച്ഛൻ്റെ പേര് വണ്ടി ഉണ്ടെന്ന് എടുക്കുക, മകനായ എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല, അച്ഛൻ മാത്രം ഓടിക്കാൻ പറ്റത്തുള്ളൂ, അമ്മയ്ക്ക് ഓടിക്കാൻ പറ്റത്തില്ല. ഓടിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്, ഉടനടി ഇങ്ങനെ ഫൈൻ നമുക്ക് വരും. കണ്ടു നോക്ക്. സ്വന്തം പേരിലില്ലാത്ത വാഹനം ഓടിച്ചാൽ കടുത്ത നടപടി, ആവർത്തിച്ചാൽ വാഹനത്തിന്റെ RC റദ്ദാക്കും. വാഹനം മണ്ടത്തരങ്ങൾ കൊണ്ട് ഇങ്ങനെ 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 പോവുകയാണ്. ദൈവമേ, അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ്, സ്വന്തമായിട്ട് വണ്ടിയുള്ളവർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നീ ഒന്നും വണ്ടി ഓടിക്കണ്ട കേട്ടാ. അങ്ങനെ ഞങ്ങളുടെ റൂൾസ് ഒക്കെ അങ്ങനെയാണ്. വേണമെങ്കിൽ നീ വണ്ടി ഓടിച്ചാൽ മതി. ഞങ്ങളുടെ MBD പറയുന്നൊക്കെ സത്യം തന്നെയാണ്. അല്ല പിന്നെ ആന്നോ? അതൊക്കെ തന്നെയാ MBD പറയുന്ന റൂൾസ് ഒക്കെ തന്നെ. അല്ല ഈ റൂൾസൊക്കെ നമ്മൾ പാവങ്ങൾക്കുള്ളു. ഈ അണ്ണന്മാർക്ക്, സ്ഥലപ്പത്തിരിക്കുന്ന അണ്ണന്മാർക്ക് റൂൾസ് ബാധകമല്ല. അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. ഈ റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ റൂൾസ്. കാരണന്മാർക്ക് എവിടെയാകാം അവിടെയാവാം, അതാണ്. എക്സാമ്പിൾ നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന കേസുള്ള യദുവിൻ്റെ കേസ്, ഡ്രൈവർ. അവൻ്റെ ഭാഗത്ത് എന്തോ കേരള ജനത മൊത്തം അവന് സപ്പോർട്ടായിരുന്നു. ആണേ മേയറമ്മന്ത കാണിച്ചിട്ട് സീബ്ര ലൈന് വണ്ടി ക്രോസ് ഇട്ട്, അത് റോങ്. പിന്നെ KSRTC സർവീസ് മുടക്കി, അത് റോങ്. മേയറമ്മയുടെ ആരുടെ കയറി ബസ്സിനകത്ത് കയറി എന്ന് ചീത്ത വിളിച്ചു, റോങ്. അങ്ങനെ കുറേ കിടപ്പുണ്ട്. അതിനൊരു കേസില്ല, ഒന്നുമില്ല. എന്ത് പറ്റി? അവൻ സാധാരണക്കാരന് സ്വകാര്യ ബസ് ഓടിച്ച് പോകുന്നു. പാപം ജീവിക്കണ്ടേ. കഴിഞ്ഞെടുത്ത് നമ്മൾ ആലപ്പുഴയിൽ ഒരു കേണൽ വന്ന് അങ്ങേർക്ക് വേറെ ഫൈൻ അടിച്ചു കൊടുത്തു. അതിനുള്ള ധൈര്യം MBDക്ക് എവിടുന്ന് കിട്ടി ഞാൻ ചോദിക്കുന്നു. പക്ഷെ അത് ധൈര്യമൊന്നല്ല, വിവരക്കേടെന്ന് പറയത്തുള്ളൂ. അതിൻ്റെ ധൈര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ എക്സാമ്പിൾ ഈ നമ്മൾ തീ കത്താൻ നേരത്ത് ചില ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അവർ തീ കത്തൊക്കെ വിരലിടാനൊക്കെ ശ്രമിക്കും. പക്ഷെ അവർക്ക് അറിയത്തില്ല ആ തീയെ തൊട്ടാൽ പൊള്ളുമെന്ന് അമ്മമാർക്ക് അറിയത്തില്ല. ആ കുഞ്ഞിനെ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തീയിലേക്ക് പോകാൻ നേരത്ത് കുഞ്ഞുങ്ങളെ പിടിച്ചെങ്കിൽ മാറ്റി നിർത്തും. പക്ഷെ കുഞ്ഞുങ്ങൾ അവർക്ക് അറിയത്തില്ല. അതുപോലെ MBD കുഞ്ഞുങ്ങളല്ലയോ, അവരൊന്നും നേരത്തെ ആ പട്ടാളത്തിന് ഫൈൻ അടിച്ചു കൊടുക്കും. അതുപോലെ നമ്മുടെ കൊല്ലത്ത് വെച്ച് എന്തോ ഓർക്കുന്നില്ല, ഒരു വർഷം മുന്നേ മിലിറ്ററിയുടെ ട്രക്ക് പോയപ്പോഴേക്ക് മണ്ണന്മാർ ഫൈൻ അടിച്ചു കൊടുത്തു. അമാര് പോയി. ഒന്ന് ആലോചിക്കണം, ഉറുമ്പ് ആനയ്ക്ക് ഫൈൻ അടിച്ച് കൊടുക്കുന്ന പോലെ ആയല്ലോ ഇത്. ഉറുമ്പിന് ആനയ്ക്ക് ഫൈൻ അടിച്ചെടുക്കാൻ പറ്റുമോ? മിലിറ്ററി എവിടെ കിടക്കുന്നു, MBD എവിടെ കിടക്കുന്നു? ഏറ്റവും കൂടുതൽ റൂൾസ് പാലിച്ച് നടക്കുന്നത് ഇന്ത്യൻ ആർമി. അറിയോ? അവർക്കേറെ ഫൈൻ അടിച്ചു കൊടുത്തു, ഇല്ലാത്ത ഫൈൻ. പക്ഷെ അത് ഫൈൻ അടിച്ചു കൊടുത്തല്ലെന്ന് ആരും നോക്കാൻ ആകെ ചൂട്ടി കീറിങ്ങനെ ഇതില്ലേ ഫൈനില്ലേ അത്ര തന്നെ ആക്കാത്തോളൂ. ഫൈൻ അടിക്കാനും വരത്തില്ല, സോറി ഫൈൻ അവർ അടക്കാനും പോകത്തില്ല, ഒന്നും പോകത്തില്ല. നമ്മുടെ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് MBDയോട് ചോദിക്കാനുണ്ട്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഒരു ആക്സിഡന്റ്, കഴിഞ്ഞ ഒരു മാസം മുന്നേ ആക്സിഡന്റ് നടന്നായിരുന്നല്ലോ. പൈലറ്റ് വാഹനങ്ങളെല്ലാം ചെറുക്കിടൂ ഈ ആക്സിഡന്റ്. ഈ ചേച്ചി ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി റൈറ്റിലേക്ക് എങ്ങനെ ഓടിച്ചു ഓടിച്ചങ്ങ് പോവുമായിരുന്നു. ചേച്ചിയുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞ് നോക്കണമായിരുന്നു. വണ്ടി പുറകെ വരുന്നുണ്ടോന്ന്, അല്ലെങ്കിൽ ഗ്ലാസ് മിററിൽ കൂടെ ഒന്ന് നോക്കണമായിരുന്നു. പോട്ടെ, നമ്മൾ വിട്ടുകളഞ്ഞു പോട്ടെ. നമ്മുടെ ഇതിൻ്റെ പുറകിൽ ആരായിരുന്നു? രാജാവായിരുന്നു. രാജാവ് അങ്ങ് എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജാവ് അറിയാലോ രാജാവ് ആരൊക്കെയാണ്. അപ്പം രാജാവിൻ്റെ പൈലറ്റ് വണ്ടികളെല്ലാം കൂടെ ഒന്ന് പുറകെ ഇടിച്ച്.
MD ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ റോഡൊക്കെ പോകുമ്പോൾ നേരത്ത് ഒരു ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുമ്പോൾ നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടി എത്ര ഡിസ്റ്റൻസ് ആണ് കീപ്പ് ചെയ്യേണ്ടത്? ഒരു 6-7 മീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ആ റൂൾസ് അവർ പാലിച്ചു. ആ റൂൾസ് പാലിച്ചിരുന്നില്ലെങ്കിൽ ഈ വണ്ടി പുറകെ ആക്സിഡൻറ്റ് നടക്കുമായിരുന്നോ? നടക്കത്തില്ലായിരുന്നു. ആക്സിഡൻറ്റ് നടന്ന ഉടനെ എന്ത് ചെയ്ത് പാവം ചേച്ചിയുടെ പുറകെ മാറി ഓടുക ചേച്ചി പിടിക്കാൻ. പാവം ചേച്ചിയുടെ അഡ്രസ്സ് തപ്പുന്നു, നമ്പർ തപ്പുന്നു, പക്ഷെ നമ്പറിന്ന് കിട്ടിയില്ല. ചേച്ചിയുടെ ഭാഗ്യം. അല്ലെങ്കിൽ പോലും എൻ്റെ ചേച്ചി നിങ്ങൾ കൊലക്കുത്തത്തിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. സത്യം, കൊലക്കുറ്റത്തിനകത്ത് പോവായിരുന്നു. ചപ്പറപ്പുള്ള ഏതെങ്കിലും MD ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പൈലറ്റ് മാതിരി വരെ ഒരു പെറ്റി കേസെങ്കിലും. പോലീസ് വണ്ടി ഇടിച്ച്, പൈലറ്റ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച്, ആംബുലൻസ് ഇടിച്ച്. എന്തുകൊണ്ട് ഇടിച്ച്? ഇവർ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. റോഡ് നിയമങ്ങൾ പാലിക്കുന്നില്ല. റോഡ് നിയമങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് റോഡ് നിയമങ്ങൾ. രാജാവിന് ബാധകമല്ല, നമ്മുടെ പോലീസ് മാമന്മാർക്ക് ബാധകമല്ല, MPD മാമന്മാർക്ക് ബാധകമല്ല. പിന്നെ വലിയ സെലിബ്രിറ്റി ഞാൻ പറയുന്നില്ല, റൂൾസ് പാലിക്കുന്ന ഒത്തിരി സെലിബ്രിറ്റികളുണ്ട്. വലിയ ക്യാഷ് ഉള്ള അണ്ണന്മാർക്ക് ഇത് ബാധകമല്ല. നമ്മുടെ ഇവിടുത്തെ റൂൾസൊക്കെ ഉണ്ടാക്കി മറുകി നിന്നാൽ മതി. അല്ലെങ്കിൽ അത് തന്നെ രാജാവ് വരുമ്പോൾ മാറിപ്പോണം. കോടതിയെ വിലക്കെടുക്കുന്നു. കോടതിക്ക് വരെ പേടിയാ ഈ രാജാക്കന്മാരെയൊക്കെ. എറണാകുളത്തൊക്കെ അറിയാലോ, കോടതിയുടെ അവിടെ തന്നെ പന്തലൊക്കെ കെട്ടി അണ്ണന്മാർ. ഞാൻ പറയുന്നില്ല ഇനി ഇവന് പാർട്ടി ബേസിൽ പോകുന്നു. അയ്യോ, ഞാൻ ആരെയും പറയും, ഞാനൊരു പാർട്ടി അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന്. നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ അണ്ണന്മാരെ കുറിച്ചാണ് സംസാരിച്ചത്. MVD അണ്ണന്മാർ. അങ്ങനെ MVD അണ്ണന്മാരുടെ മണ്ട പരിഷ്കാരങ്ങൾ അങ്ങനെ പോകും. ശരിയാ കേട്ടാ, അങ്ങനെ പോകും. സത്യം. നോക്കിയേ, ഒരു കാക്ക പറന്നു പോകുന്നു. ആന്നണ്ടേ, സത്യണ്ടേ, കാക്ക പറന്നു പോകുന്നു. സത്യ MVD മണ്ടന്മാർ പരിഷ്കാരങ്ങൾ കാക്ക പറന്നു പോയി. അയ്യോ സത്യം. കാക്ക പറഞ്ഞ പണ്ടേ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാക്കയോ അല്ലെങ്കിൽ കിളിയോ പല്ല് ചലിക്കോ സത്യമാണ്. അതുപോലെ കാക്ക സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. നമ്മളൊരു വണ്ടി എടുത്താൽ ചെറിയൊരു മോഡിഫിക്കേഷൻ പറ്റത്തില്ല. ടാക്സ് ഒക്കെ അടിച്ച സൈലൻസർ ഇറക്കുന്നു, അതിന് ടയർ, ഹാൻഡിൽ, കാറിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് മോഡിഫിക്കേഷൻ, അതെല്ലാം ടാക്സ് അടിച്ചാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. എന്തുകൊണ്ട് അത് നിരോധിക്കുന്നില്ല MPD അമ്മാവന്മാര്? അത് മേടിച്ച് നമ്മൾ ഫിറ്റ് ചെയ്താൽ എന്ത് പറ്റും? മോഡിഫിക്കേഷൻ ഫൈൻ ഇങ്ങനെ ചുള എണ്ണി കൊടുക്കണം. പിന്നെന്തിനാ അമ്മാവന്മാരെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അവിടുന്ന് ടാക്സ് ഒക്കെ മേടിച്ച് കേരളത്തിലേക്ക് സാധനം വരുത്തിയിരിക്കുന്നത്? ആൾക്കറിയുമ്പോ എങ്കിൽ പിന്നെ ശരി, MPD പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. ചാനൽ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ MPD മാമന്മാരെ പറ്റി പറയാൻ നേരത്ത് പൊതുവെ അറിയാമല്ലോ, പണി മേടിച്ച് കൂട്ടത്തേ ഉള്ളു. നമ്മൾ പിന്നെ കുഞ്ഞു ചാലായതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, വണക്കം.